കനകക്കുന്നിൽ 80-കാരിയെ ബന്ധുവായ അയൽവാസി കൊലപ്പെടുത്തിയത് സ്വർണത്തിനും പണത്തിനും വേണ്ടി. മോഷണത്തിനിടെ തലക്കടിച്ച് ബോധരഹിതയാക്കിയ തങ്കമ്മയെ പിന്നീട് ജീവനോടെ കായലിൽ കെട്ടിത്താഴ്ത്തി എന്നാണ് പ്രതി പ്രകാശന്റെ മൊഴി. മോഷണത്തിലും കൊലപാതകത്തിലും മറ്റാർക്കും പങ്കില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. റാംഷാ CP വിശദാംശങ്ങൾ നൽകാൻ. റാംഷാ, കൃത്യമായ ആസൂത്രണത്തോടെ നിരീക്ഷിച്ചുവെന്ന് നടത്തിയ ഒരു കൊലപാതകം എന്ന രീതിയിലേക്ക് തന്നെയാണോ അന്വേഷണം എത്തി നിൽക്കുന്നത്? എന്താണ് പോലീസ് പറയുന്നത്? ശ്രീജിത്ത്, ഈ കേസിൽ വളരെ ആസൂത്രിതമായ ഒരു കുറ്റകൃത്യമാണ് ഇത് എന്നതാണ് പോലീസ് നിരീക്ഷിക്കുന്നത്. 80 വയസ്സുകാരിയായ തങ്കമ്മയെ വീട്ടിൽ വെച്ചാണ് ഇയാൾ തലക്കടിക്കുന്നത്. ഇതിനുശേഷം ബോധരഹിതയായ ഇവരെ കായലിൽ കൊണ്ട് കല്ലുകെട്ടി താഴ്ത്തുകയായിരുന്നു. അതിനുശേഷം വീട്ടിലുള്ള പണവും സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ചു എന്നതാണ് പോലീസ് പറയുന്നത്. ഇക്കാര്യത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്ലാനിംഗ് ഉണ്ട് എന്നത് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇയാൾ ഈ കൊല്ലപ്പെട്ട വയോധികയുടെ വീടിനടുത്തു തന്നെയാണ്, അകന്ന ഒരു ബന്ധു കൂടിയാണ് ഈ പിടിയിലായിരിക്കുന്ന പ്രകാശൻ എന്ന് പറയുന്ന ഇയാൾ ഇതിനുവേണ്ടി ഒരു വലിയ പ്ലാനിംഗ് നടത്തി. ഒരു മാസത്തോളം ഇവരെ നിരീക്ഷിച്ചു. അതിനുശേഷം വീട്ടിൽ കടന്നു കയറി സൗകര്യം ഒത്തപ്പോൾ അവരെ തലക്കടിച്ച് ബോധരഹിതയാക്കി പിന്നീട് കായലിൽ കെട്ടിത്താഴ്ത്തി എന്നതാണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ മറ്റാരുടെയും സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടില്ല എന്നതും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്യൽ ഇന്നും തുടരുകയാണ്. ഇന്നലെയാണ് ഇയാൾ പോലീസിന്റെ പിടിയിലായത്. ഇന്നലെയും ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. ഇന്നും രാവിലെ മുതൽ വീണ്ടും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. റാംഷാ CP വിശദാംശങ്ങൾ നൽകിയത്.